വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരാളാണ് ഇത്തവണ നോർവേ ടീമിനെ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് സ്റ്റെയിൽ സോൾബക്കൻ. യെസ്, ഹി വാസ് ക്ലിനിക്കലി ഡെഡ് ഇൻ 2001. ഇതൊരു തിരിച്ചുവരവിന്റെ കഥയാണ്. 90കളിൽ നോർവേ ടീമിന്റെ സ്ട്രൈക്കറായിരുന്ന സ്റ്റെയിൽ എന്ന 33 വയസ്സുകാരൻ ഡെൻമാർക്കിലെ കോപ്പൻഹേഗൻ ക്ലബിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശീലനത്തിനിടെ ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീഴുന്നു. അദ്ദേഹത്തെ പരിശോധിച്ച ക്ലബ് ഡോക്ടർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു: അദ്ദേഹത്തിന്റെ ഹൃദയം നിലച്ചിരിക്കുന്നു. ഇത് കേട്ട് ടീമംഗങ്ങൾ ആർത്തു കരഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ഇടയ്ക്ക് ഒരു 7 മിനിറ്റ് വീണ്ടും അദ്ദേഹത്തിന്റെ ഹൃദയം മിടിക്കാൻ തുടങ്ങി. പക്ഷേ ആ പ്രതീക്ഷ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും അവസാനിച്ചു. അതോടെ അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത നാടാകെ പരക്കുന്നു. കുടുംബം ശവസംസ്കാര ചടങ്ങുകൾക്കുള്ള നടപടികളും ആരംഭിച്ചു. പക്ഷെ വീണ്ടും ഡോക്ടർമാരെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയം മിടിക്കാൻ ആരംഭിച്ചു. പിന്നെ 2 ദിവസം അദ്ദേഹം കോമ സ്റ്റേജിലുമായി. ഒടുവിൽ ഡോക്ടർമാരുടെ തീവ്ര പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ചെറുപ്പം തൊട്ടേ സ്റ്റെയിലിന്റെ ഹൃദയത്തിന് വലിയ തകരാറുകൾ ഉണ്ടായിരുന്നു എന്ന് അന്ന് മാത്രമാണ് കുടുംബം തിരിച്ചറിഞ്ഞത്. അതോടുകൂടി ഒരു പേസ് മേക്കർ സ്റ്റെയിലിന്റെ സന്തത സഹചാരിയായി മാറുന്നു. ഒപ്പം ഇനി ഒരിക്കലും തനിക്ക് ബൂട്ട് കിട്ടി ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങില്ല എന്ന സത്യവും സ്റ്റെയിൽ തിരിച്ചറിയുന്നു. ഇതെല്ലാം ഓർത്ത് തകർന്നിരിക്കുന്ന സ്റ്റെയിലിന്റെ കൈപിടിച്ച് ഭാര്യ അന്നയ്ക്ക് പറഞ്ഞു: 2 കുട്ടികളുള്ള നമ്മുടെ കുടുംബം ഇനി ഞാൻ നോക്കും. ഒടുവിൽ ജീവിതത്തിലേക്ക് പതിയെ തിരിച്ചു വന്ന സ്റ്റെയിൽ സി ഡിവിഷൻ ക്ലബ്ബുകളുടെ മാനേജറായി ജോയിൻ ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം കോച്ചിങ് മേഖലയിലും പതുക്കെ ചുവടുറപ്പിക്കുന്നു. ഇന്ന് 23 വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം ലോകത്തിന്റെ നെറുകയിലാണ്. കാരണം താൻ ബൂട്ട് കിട്ടി ഗ്രൗണ്ടിൽ കളിക്കാൻ ഇറങ്ങിയില്ലെങ്കിലും താൻ പരിശീലിപ്പിച്ച ചൂണക്കുട്ടികൾ ഇന്ന് നോർവേ എന്ന രാജ്യത്തെ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തിച്ചിരിക്കുന്നു. ബ്രസീലിനെതിരായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന്റെ അവസാന വിസിൽ മുഴങ്ങിയ നിമിഷം സ്റ്റെയിൽ ഓടിക്കയറിയത് ഗാലറിയിലേക്കാണ്. അവിടെ അയാളെ ഇന്നത്തെ സ്റ്റെയിലാക്കി മാറ്റിയ തന്റെ ബോസ്, തന്റെ ഭാര്യ അന്നയ്ക്കുണ്ടായിരുന്നു. അവളെ കെട്ടിപ്പിടിക്കാൻ. അതെ, 2026 ലോകകപ്പിലെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ലവ് സ്റ്റോറി. സ്റ്റെയിൽ സോൾബക്കൻ നമുക്കൊരു ഉദാഹരണമാണ്. ഒന്നും കഴിഞ്ഞിട്ടില്ല, തീർന്നിട്ടില്ല എന്ന് ഇടയ്ക്കെങ്കിലും നമുക്ക് തന്നെ ഒന്ന് ഓർക്കാം.